സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 ജൂൺ 29 ശ്ലീഹാകാലം 4-ാം ഞായർ. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 16 മുതൽ 18 വരെ വാക്യങ്ങൾ. നീതിപൂർവം വിധിക്കുവിൻ. ഏശയ്യായുടെ പുസ്തകം അധ്യായം 1 വാക്യങ്ങൾ 10 മുതൽ 20 വരെ. തിന്മ തുടച്ചു മാറ്റി നന്മ ചെയ്യുക. കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 19 മുതൽ 27 വരെ വാക്യങ്ങൾ. അനശ്വര കിരീടത്തിനായി ഓടുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 6 വാക്യങ്ങൾ 27 മുതൽ 36 വരെ. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. ഉടയോൻ നീതി തേടുന്നു. രചന ഷാജു അച്ചിനിമാടൻ. ആഖ്യാനം റജൻ ജോർജ്. യുദ്ധകാലം നീതി നിഷേധത്തിൻ്റെ കാലം തന്നെ. ഉടയോൻ എക്കാലവും ഭൂമിയിൽ നീതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്നത്തെ നിയമാവർത്തന വായനയിൽ തെളിഞ്ഞു വരുന്നത് മനുഷ്യൻ നീതിയും നിഷ്പക്ഷതയും നിർഭയത്വവും ധീരതയും സ്വായത്തമാക്കണം. അന്തിമ വിധിയാളൻ ദൈവമാണ്. തിന്മ നിറഞ്ഞ ദേശത്ത് കാളയും കഴുതയും യജമാനനെ അറിഞ്ഞപ്പോഴും സ്വന്തം ജനം തങ്ങളെ പോറ്റി വളർത്തിയ ദൈവത്തെ തിരസ്കരിച്ചു. എന്നിട്ടും ദൈവം കരുണ വർഷിച്ചു. പാപത്തിൻ്റെ കടും ചുമപ്പ് മഞ്ഞുപോലെ വെണ്മയുള്ളതാകാനും രക്തവർണം കമ്പിളി പോലെ വെളുക്കാനും അകൃത്യങ്ങൾ അവസാനിപ്പിച്ച് നന്മ പ്രവർത്തിക്കാനും ഏശയ്യായുടെ പുസ്തകത്തിൽ ആഹ്വാനമുണ്ട്. ക്രിസ്തുവിനോടുള്ള അനുരൂപണവും അവൻ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ സുവർണ നിയമത്തോടുള്ള അനുരണനവും ലേഖനഭാഗം ആവശ്യപ്പെടുന്നു. സുവിശേഷമാകട്ടെ അത്യുന്നതൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടാൻ തിന്മയ്ക്ക് പകരം നന്മയെന്ന ഒറ്റമൂലിയാണ് നിർദ്ദേശിക്കുന്നത്. തീർത്തും ഓർഡിനറി. യേശു പ്രബോധനങ്ങളിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നത് സാധാ ജീവിത വ്യാപാരങ്ങളാണ്. മനുഷ്യരുടെ കുറേ സാധാരണ പെരുമാറ്റ രീതികളും ശീലങ്ങളും തികച്ചും ലളിതമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങളും സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് തിരിച്ചും നന്മ ചെയ്യുന്നു. തിരികെ ലഭിക്കുമെന്ന വിശ്വാസത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ തുടരുന്നു. നമ്മെ സഹായിച്ചവരെ നമ്മൾ ഓർക്കുന്നു. ജീവിതം സമൃദ്ധിയുടെ കാനാൻ ദേശത്ത് നങ്കൂരമിടുമ്പോൾ അനേകം സുഹൃത്തുക്കൾ, ചുറ്റിലും സഹായഹസ്തങ്ങൾ, പ്രോത്സാഹനങ്ങൾ, അധരസ്തുതികൾ. തളർച്ച വന്നാൽ താങ്ങാൻ ആളുകൾ, കെൽപ്പുള്ളതിനാൽ പണം തരാൻ നീണ്ട നിരയാളുകൾ. എന്നാൽ ചില പരീക്ഷകളിലൂടെ കടക്കേണ്ടി വരുമ്പോഴാണ് നമ്മുടെ ലോകമെന്തെന്ന് നാം തിരിച്ചറിയുക. സ്തുതിച്ചവർ തള്ളിപ്പറയുന്നു, സഹായം സ്വീകരിച്ചവർ കൈയൊഴിയുന്നു, അധിക്ഷേപിക്കുന്നു, ദ്രോഹിക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു, ശത്രുവിനെ എന്ന പോലെ പരിഗണിക്കുന്നു. സ്നേഹത്തിൻ്റെ കമ്പോളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നുണകളുടെ വ്യാപാരമാണ്. നമ്മൾ പെട്ടുപോകുന്ന തിന്മയുടെ ചക്രവ്യൂഹത്തിൽ നിന്ന് നമ്മെ മുക്തരാക്കാൻ ക്രിസ്തു വച്ചു നീട്ടുന്ന പ്രസാദമാണ് ഇന്നത്തെ സുവിശേഷത്തിലെ സ്നേഹത്തിൻ്റെ സുവർണ നിയമം. തിന്മയ്ക്ക് പകരം നന്മ, മേന്മ. മദ്യപാനിയും അവിശ്വാസിയുമായ ഭർത്താവ് ഭാര്യയെ മർദ്ദിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, നീ വലിയ പ്രാർത്ഥനക്കാരിയാണല്ലോ, എന്തേ നിന്റെ ദൈവം നിന്നെ സഹായിക്കാൻ വരുന്നില്ല? അവൾ ശാന്തമായി പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ സഹായിക്കുകയാണ്. ഈ അവസ്ഥയിലും നിങ്ങളെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും ദൈവം എനിക്ക് കൃപയും ശക്തിയും തരുന്നുണ്ടല്ലോ. ആ വാക്കുകൾ അയാളെ ഉടച്ചു വാർത്തു. വിശ്വാസിയല്ലാതിരുന്നിട്ട് കൂടി അവളെ പൂർണ്ണ ഹൃദയത്തോടെ അയാൾ സ്നേഹിക്കാൻ തുടങ്ങി. നന്മയ്ക്ക് തീർച്ചയായും ഒരു സാംക്രമിക ശക്തിയുണ്ട്. അത് ദുഷ്ടമനസ്സുകളെ പോലും സ്വാധീനിക്കും, വിമലീകരിക്കും. ക്രിസ്തുവിൻ്റെ റിവേഴ്സ് ഗിയർ. പക, വിദ്വേഷം തുടങ്ങിയ ക്ഷിപ്രപ്രതികരണങ്ങൾ തികച്ചും സാധാരണവും സ്വാഭാവികവുമാവുമെങ്കിൽ ക്രിസ്തു നമ്മോട് റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കാനാണ് നിർദ്ദേശിക്കുന്നത്. തിന്മയ്ക്ക് പകരം നന്മ മാത്രമെന്നതാണ് അതിൻ്റെ സവിശേഷത. സുവിശേഷ ഭാഗ്യങ്ങളുടെ തുടർച്ചയായാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനുള്ള ഈ പ്രബോധനം മുന്നോട്ട് വയ്ക്കുന്നത്. ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിലോ മരണാനന്തരമോ വന്നു ചേരുന്നവയല്ല സുവിശേഷ ഭാഗ്യങ്ങൾ.
അനുദിനം ജീവിതത്തിൽ അനുഭവിക്കാവുന്നവയാണെന്നതാണ് സത്യം. ഈ ആത്മീയ ഭാഗ്യങ്ങൾ അത്രയും മനുഷ്യർ അനുശീലിക്കേണ്ട മനോഭാവങ്ങളത്രേ. കൂടെ ചേർത്ത് വയ്ക്കുന്ന വ്യവസ്ഥകൾ ശ്രദ്ധേയമാണ്. കരുണ കാണിക്കുന്നവർക്ക് കരുണ ലഭിക്കും. വിശന്നാൽ തൃപ്തി, കരയുന്നവർക്ക് സന്തോഷം, അവഹേളിക്കപ്പെട്ടാൽ സ്വർഗത്തിൽ പ്രതിഫലം. അവഹേളനത്തിൽ ദുഃഖമോ വിദ്വേഷമോ പരിഭവമോ വേണ്ട. പ്രശംസയിൽ അഭിമാനമോ സന്തോഷമോ ഔദ്ധത്യമോ അരുത്. ശാപത്തിന് പകരമായി അനുഗ്രഹം. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രഹരിക്കുന്നവരെ മറുകരണം കാട്ടിക്കൊടുത്ത് സ്നേഹത്താൽ നേടണം. വസ്തുക്കളും സമ്പത്തും ആഗ്രഹിച്ചു വരുന്നവർക്ക് തിരികെ പ്രതീക്ഷിക്കാതെ ഉദാരമായി കൊടുക്കണം. മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരോട് പെരുമാറുക. ഓർഡിനറി എന്നത് ലോകത്തിൻ്റെ രീതിയെങ്കിൽ ക്രിസ്തു നിർദ്ദേശിക്കുന്ന റിവേഴ്സ് ഗിയർ നന്മകൾ നിശ്ചയമായും ദൈവികമാണ്. നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവമാണ് മനുഷ്യ മക്കളിൽ നിന്ന് ക്രിസ്തു പ്രതീക്ഷിക്കുന്നത്. ദ്രോഹിക്കുന്നവരെ കൃതജ്ഞതയോടെ കാണാനും ശുശ്രൂഷിക്കാനും മനസ്സിലാക്കാനും ഒരാൾ പൂർണ്ണമായും അഹങ്കാരമില്ലാത്തവനായിരിക്കണം. വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാൻ കഴിയണം. അതിന് സമർപ്പണത്തിൻ്റെ പിൻബലമുണ്ടാകണം. അപരനെ അകറ്റി നിർത്താൻ 100,000 കാരണങ്ങളുണ്ടാകാം. എന്നാൽ ചേർത്ത് നിർത്താൻ ഒരേ ഒരു കാരണം മാത്രം. അത് ക്രിസ്തു ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പഠിപ്പിക്കുന്ന ശത്രുസ്നേഹവും ക്ഷമിക്കുന്ന സ്നേഹവുമാണ്. മനുഷ്യൻ മറ്റൊരാൾക്കെതിരായാൽ അയാളെ എങ്ങനെ മനസ്സിലാക്കാനാകും? ഒരാളെ ആയിരിക്കുന്ന അവസ്ഥയിൽ അറിയണമെങ്കിൽ ദയയും സഹാനുഭൂതിയും അത്യാവശ്യമാണ്. വിദ്വേഷവും പകയും വിവേകത്തിൻ്റെ തിരി കെടുത്തിക്കളയും. ഫ്രാൻസിസ് പാപ്പ തൻ്റെ ആത്മകഥയിൽ പറയുന്നു, വിദ്വേഷം ആത്മാവിനെ കൊല്ലുകയും പ്രത്യാശയെ വിഷലിപ്തമാക്കുകയും ചെയ്യുന്നു. ദ്വേഷവും പകയും ഹിംസയുടെ ഭാവങ്ങളാണ്. ദൈവസൃഷ്ടിയായ മനുഷ്യൻ്റെ ആന്തരികതയ്ക്ക് പകയും വിദ്വേഷവും ഒട്ടും ചേരില്ല. അവ മനുഷ്യൻ്റെ സ്നേഹിക്കാനുള്ള സ്വാഭാവിക ചോദനയെ തന്നെ തടസ്സപ്പെടുത്തുന്നു, കെടുത്തിക്കളയുന്നു. ഒരു പൂവിനോട് ഇഷ്ടം തോന്നിയാൽ നാം അത് ഇറുത്തെടുക്കുന്നു. എന്നാൽ സ്നേഹിക്കുന്നെങ്കിലോ ആ ചെടി തന്നെയും വെള്ളമൊഴിച്ച് സ്നേഹപൂർവ്വം പരിപാലിച്ച് ഉണർവിൽ നിലനിർത്തുന്നു. പൂവിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും വർദ്ധിക്കുന്നു. സർവരുടെയും ക്ഷേമം ആഗ്രഹിക്കുന്നവർക്കും നാളെയിലേക്ക് ഒരു നീൾക്കാഴ്ചയുള്ളവർക്ക് മാത്രമേ സ്നേഹത്തിൻ്റെ ഈ മനോഭാവം അനുശീലിക്കാനാകൂ. നാം സഹായിച്ചവരെ നമുക്ക് മറക്കാം. നമ്മെ സഹായിച്ചവരെ സ്മൃതിയിൽ സൂക്ഷിക്കാം. അവരോട് നന്ദിയുള്ളവരാകാം. ചില മേഖലകളിലെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് ദാതാക്കളാണ്. ഭിക്ഷയെടുക്കുന്നവൻ ദീനതയോടെയാണ് മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുന്നതെങ്കിലും ദൈവമയച്ച ഉദാരതയുള്ളവർ ആരെങ്കിലുമൊക്കെ എൻ്റെ ചുറ്റിലുമുണ്ട് എന്ന അവൻ്റെ വിശ്വാസം കണ്ടില്ലെന്ന് വയ്ക്കാനാകില്ല. അത് നന്മയാണ്. ശത്രുസ്നേഹം ശ്രേഷ്ഠ സ്നേഹം. സാമൂഹ്യ മാധ്യമങ്ങളുടെയും ChatGPTയുടെയും AI-യുടെയും ഇക്കാലത്ത് സഹോദരരെ വർഗീകരിക്കാനും വേർതിരിച്ച് കാണാനും മനുഷ്യർ വൈഭവമുള്ളവരായിരിക്കുന്നു. ആത്മപ്രകാശനത്തിന് ഉപാധികൾ പെരുകിയപ്പോൾ അഭിരുചികളും ചായ്വുകളും ഓരോരുത്തരുടെയും പ്രത്യയ ശാസ്ത്രങ്ങളും വരെ വിപണന സാധ്യതയുള്ള വിവരങ്ങളും ഡാറ്റകളുമായി. ഗണം തിരിക്കാനുള്ള പാടവം വഴി അകത്താക്കലും പുറത്താക്കലും കടിഞ്ഞാണില്ലാതെ പച്ചപിടിച്ച് വ്യാപകമായി. എൻ്റെ ഗണത്തിൽപ്പെടാത്തവരെ സൗകര്യപൂർവ്വം ശത്രുപക്ഷത്ത് നിർത്താനും അവർക്കെതിരെ ആക്രമണോത്സുകത നിലനിർത്താനും സാധാരണ മനുഷ്യർ വരെ വിദഗ്ധരായി. തൊട്ടുകൂടായ്മ തുടച്ചു നീക്കിയെന്ന് അവകാശപ്പെട്ട ദേശങ്ങളിൽ സാമുദായിക ധ്രുവീകരണം ശക്തമായി. വളർത്തുമൃഗങ്ങളും ഓമനകളായ പെറ്റ്സും കിടപ്പുമുറിയിൽ ഇടം നേടുമ്പോഴും സഹോദരനെ ശത്രുവായി മുദ്രകുത്തി കല്ലേറ് ദൂരത്ത് നിർത്തുന്നതും ആട്ടിയോടിക്കുന്നതും ശത്രുതയല്ലാതെ മറ്റെന്താണ്? അപരനോടുള്ള പകയും വിദ്വേഷവും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അവരവരെ തന്നെയാണ് ശാരീരിക മാനസിക ആത്മീയ തലങ്ങളിൽ ക്ഷയിപ്പിക്കുന്നതെന്ന തിരിച്ചറിവ് പ്രധാനമാണ്. ഭിന്നലിംഗക്കാരെയും ദാമ്പത്യത്തിലെ ചട്ടക്കൂടുകളിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നവരെയും കരുതലോടെ പരിഗണിച്ച് സമഭാവനയോടെ ചേർത്ത് പിടിക്കാൻ പോന്ന സഹജ സ്നേഹം സഭയുടെ ഭൂമികയിലും വിശാല ലോകം മുഴുക്കയും ചാലിച്ചിട്ടാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ വിടവാങ്ങിയത്. സഭ ഒരു സ്നേഹഗാഥയാണ്, ഔദ്യോഗിക സംവിധാനമല്ല. അതായത് സഭ ഒരു ലവ് സ്റ്റോറിയാണ്, ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ അല്ല എന്ന് പാപ്പയെ കൊണ്ട് പറയിപ്പിച്ചതും
ഈ സ്നേഹം തന്നെയാണ്. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ മനുഷ്യരും പരിപൂർണരാകാനുള്ള ക്ഷണം കൂടിയാണ് ശ്രേഷ്ഠമായ ഈ ശത്രുസ്നേഹം. കൊടുക്കൽ വാങ്ങലുകൾ. വായ്പ കൊടുത്ത് തിരികെ ലഭിക്കുന്ന ദിവസവും സമയവും തുകയും കണക്കുകൂട്ടി കാത്തിരിക്കുന്നവനെ ഗണിതത്തിൻ്റെ കൂട്ടിക്കിഴിച്ചിലുകൾ അസ്വസ്ഥനാക്കും. ചുരുങ്ങിയ പക്ഷം ബന്ധങ്ങളിൽ നിന്നെങ്കിലും ഗണിതത്തെ കല്ലേറ് ദൂരത്ത് നിർത്തുന്നത് നല്ലതാണ്. മനുഷ്യബന്ധങ്ങളിൽ നിന്ന് ഗണിതത്തെ മാറ്റി നിർത്തുവാൻ പറ്റുന്നിടത്താണ് മനുഷ്യനെന്ന നിലയിൽ ഒരുവൻ്റെ വിജയമിരിക്കുന്നത്. ലാഭനഷ്ടങ്ങൾ നിർണയിച്ച് തന്നെ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിലെ നാളുകൾ ഒന്നൊന്നായി കൊഴിഞ്ഞു തീരും. മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾ നന്നായാൽ മതി എന്ന് പറഞ്ഞത് ഒടുവിൽ ഒരുപക്ഷെ പാഴ്വാക്കായി അവശേഷിക്കുന്നു. ഉള്ളിലുള്ള കണക്കപ്പിള്ളയെന്ന ദുർഭൂതം അറിയാതെ ഒരിക്കൽ കുപ്പി പൊട്ടിച്ച് പുറത്തു വരും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ അനുഗ്രഹീതരാകുന്നു. അവരവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ പലപ്പോഴും ദുഃഖിതരുമാണ്. മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി കൊടുക്കുന്നത് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നതിന് അതുക്കും മേലെ കൊടുക്കാനുള്ള ആഹ്വാനമാണ്. സ്നേഹത്തിൻ്റെ സമൃദ്ധിയാണിത്. ചോദിക്കാതെ പ്രതീക്ഷിക്കുന്നതിലധികം തക്ക സമയത്ത് കൊടുക്കുക ഔദാര്യമല്ല, കടമയാണ്. തക്കതായ പ്രതിഫലം ദൈവം നൽകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ കൊടുത്തത് തിരികെ കിട്ടാൻ കാത്തിരിക്കുകയും വേണ്ട. കുപ്പായവും കൊടുക്കൽ വാങ്ങലുകളും എല്ലാം നിത്യജീവിതത്തിൻ്റെ ഭാഗമായ പ്രവൃത്തികളാണ്. അതിനാൽ പ്രബോധനം ഒറ്റത്തവണ പാലിക്കാനുള്ളതല്ല, ശീലവും സ്വഭാവവും സംസ്കാരവുമാകേണ്ടതാണ്. വാൽകഷ്ണം. ചിലരങ്ങനെയാണ്. പുലരി നടത്തത്തിന് കാറിൽ പോകും. കാർ പാർക്ക് ചെയ്തിട്ട് നഗരത്തിലെ പാർക്കിൽ അരമണിക്കൂർ അരയിളക്കി നടക്കും. ഓഫീസിലെത്തിയാൽ ഒറ്റയിരിപ്പിരുന്ന് നാട്ടുകാരെ മുഴുവൻ നടത്തിക്കും. എല്ലാവരുടെയും ആരോഗ്യം ശ്രദ്ധിക്കണമല്ലോ. കുരീപ്പുഴ ശ്രീകുമാരൻ്റെ എഴുത്താണ്. വായിക്കുന്നതും ഗ്രഹിക്കുന്നതും ജീവിക്കുന്നതും ക്രിസ്തു പാഠങ്ങളാണ്. എന്നിട്ടും ദീനരെയും ചെറിയവരെയും അകറ്റി നിർത്തുന്നുണ്ടോ? അതോ ക്രിസ്തു പകർന്ന സഹിതഭാവം, ഇൻക്ലൂസീവ് നേച്ചർ അഥവാ സർവാശ്ലേഷി മനോഭാവം പുലർത്തുന്നുണ്ടോ? വഴി തെളിക്കേണ്ടവർ തന്നെ വഴിമുടക്കികളാകുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നാം സമാധാനകാംക്ഷികളും സമാധാന സ്ഥാപകരുമാണോ? നമ്മുടെ വിശുദ്ധ കുർബാനയും വിശ്വാസ പരിശീലനവും ഭക്താഭ്യാസങ്ങളും കേവലം ശീലത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പേരിലുള്ളത് മാത്രമാണോ? നാം പഴയ നിയമത്തിൻ്റെ നിഷ്കർഷയിലാണോ അതോ കൃപയുടെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും സുവിശേഷത്തിലാണോ ജീവിക്കുന്നത്? എൻ്റെ ഓട്ടം അനശ്വര കിരീടം ലക്ഷ്യമാക്കിയാണോ എന്നൊക്കെ പരിചിന്തനം ചെയ്യാൻ ഈ വചനഭാഗം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. മനുഷ്യന് ദൈവം നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം ക്രിസ്തു തന്നെയാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ സമാധാനത്തിൽ മരിക്കുക എന്നതിലുപരി സമാധാനത്തിൽ ജീവിക്കുവാൻ, ലിവ് ഇൻ പീസ് രാദർ ദാൻ ഡൈ ഇൻ പീസ്, നമുക്ക് സാധിക്കും എന്ന പ്രത്യാശയിൽ അവൻ്റെ വചസ്സുകൾ ധ്യാനിക്കാം, ഹൃദിസ്ഥമാക്കാം. ക്രിസ്തുവുമായുള്ള ആഴമായ സ്നേഹത്തിലാണ് നാം പരിവർത്തിതരാകുന്നത്. പരിശുദ്ധാത്മാവേ, ശത്രുസ്നേഹം അനുശീലിക്കാൻ, ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, തിരികെ പ്രതീക്ഷിക്കാതെ ഹൃദയപൂർവ്വം കൊടുക്കാൻ, അങ്ങനെ ഈശോയിലേക്ക് എന്നെ അടുപ്പിക്കുന്നതെല്ലാം എന്നിലേക്കും അടുപ്പിക്കണമേ. ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയത്തിന് ഒത്തതാക്കിയരുളണമേ. സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 ജൂൺ 29 ശ്ലീഹാകാലം 4-ാം ഞായർ. ഉടയോൻ നീതി തേടുന്നു. രചന ഷാജു അച്ചിനിമാടൻ. നിരവധി വർഷങ്ങളായി അനുദിന സുവിശേഷ വിചിന്തനങ്ങൾ തയ്യാറാക്കുന്നതിലൂടെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് ലേഖകൻ. ആഖ്യാനം രജിൻ ജോർജ്.